പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം വലിയ ഭയത്തിലാണ് പാകിസ്ഥാൻ. അതായത് ഇന്ത്യയുടെ തിരിച്ചടി നയതന്ത്രപരമായ പ്രത്യാഘാതത്തിലേറ്റ് ആ തിരിച്ചടിയിൽ വലിയ ഭയപ്പാടിലിരിക്കുകയാണ് പാകിസ്ഥാൻ. പലതരത്തിലും പാകിസ്ഥാന് പൊള്ളുന്നുണ്ട് നയതന്ത്രമായ ഇന്ത്യയുടെ പ്രഹരമേറ്റ്. അതായത് സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിക്കൊണ്ട് വെള്ളത്തിൻ്റെ ലഭ്യത ഉടൻ തന്നെ അത് കുറയ്ക്കാൻ കഴിയില്ല. ഒരു വർഷത്തിനകം ആ വെള്ളത്തിൻ്റെ ലഭ്യത പാകിസ്ഥാന് മുഴുവനായി കിട്ടാതെയാകും. അങ്ങനെ പല തരത്തിലുള്ള ഒരു നിലപാടുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്നു. മാത്രമല്ല ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ആണവായുധം ഉപയോഗിച്ചാൽ ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ മൊത്തത്തിൽ പാകിസ്ഥാൻ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്, സമ്മർദ്ദത്തിലാണ് പാകിസ്ഥാൻ. ഒന്ന്, ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ള ഭയം. രണ്ട്, നയതന്ത്രപരമായുള്ള ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ള ഭയം. ഈ തുർക്കിയിൽ നിന്നൊക്കെ വന്ന മിസൈൽ കൊണ്ടൊന്നും ഇന്ത്യൻ സൈന്യത്തെയോ ഇന്ത്യയുടെ ആയുധ ശേഖരത്തെയോ തകർക്കാൻ പാകിസ്ഥാനോ തുർക്കിക്കോ കഴിയില്ല എന്നുള്ള നല്ല ബോധ്യം പാകിസ്ഥാനുമുണ്ട്. ഇതിനിടയിലാണ് ഇറാനിലെ ഒരു തുറമുഖത്തിലേക്ക് ഒരു ബിഗ് പ്ലാനുമായി ഇന്ത്യ വരുന്നത് എന്നുള്ളതാണ്. ഇറാനിലെ ചാബഹാറിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു ബിഗ് പ്ലാൻ തയ്യാറാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ പൊള്ളിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇറാനിലെ ചബഹാർ തുറമുഖം. തുറമുഖം വേഗത്തിൽ വികസിപ്പിക്കാൻ നിലവിൽ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന അതിവേഗ നീക്കങ്ങളെല്ലാം തന്നെ ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ ചൊടിപ്പിക്കാൻ സാധിക്കുന്നവയാണ് എന്നതിൽ സംശയമില്ല. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. എളുപ്പത്തിൽ കൂറ്റൻ ചരക്ക് കപ്പലുകൾക്ക് എത്താൻ കഴിയുന്ന ഈ കടൽ മേഖല നിലവിൽ 10 വർഷത്തേക്ക് പ്രവർത്തിക്കുവാനുള്ള അനുമതി കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യൻ കരങ്ങളിൽ ഭദ്രമാണ്. ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ്. ഇന്ത്യക്കും മധ്യേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന ഒരു സുപ്രധാന കണ്ണിയായി ചബഹാറിനെ കാണുന്നു. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് അനുയോജ്യമായ നയതന്ത്ര സ്ഥലത്താണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. തുറമുഖ വികസനത്തോടൊപ്പം റെയിൽവേ ലൈൻ വഴി ഇറാനുമായി ബന്ധിപ്പിക്കുന്നതും ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമാണ്. ചബഹാർ തുറമുഖത്ത് നിന്ന് 72 കിലോമീറ്റർ അകലെയാണ് ഗോദ്വാർ തുറമുഖം. പാകിസ്ഥാന്റെ ചൈന പിന്തുണയ്ക്കുന്ന ഗോദ്വാർ തുറമുഖത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഇന്ത്യയുടെ ഈ നടപടിയുടെ ലക്ഷ്യം. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഒഴിവാക്കി പശ്ചിമേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യക്കൊരു വഴിയൊരുക്കുന്നത് ചബഹാറാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായതിനാൽ ചബഹാർ ഇന്ത്യക്ക് നിർണായകമാണ്. ലൈവ് മിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ചബഹാർ തുറമുഖത്തിന്റെ വികസനം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയും വ്യാപാര അവസരങ്ങളും വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. ഇത് ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനം ശക്തിപ്പെടുത്തുകയും ചെയ്യും. ചബഹാർ തുറമുഖത്തെ ഇറാന്റെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയും ഇറാനും സംയുക്തമായി ചബഹാർ, സഹൈദാൻ നഗരങ്ങൾക്കിടയിൽ പുതിയ റെയിൽ കണക്ടിവിറ്റി വികസിപ്പിക്കുന്നുണ്ട്. ചബഹാർ തുറമുഖത്തെ അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴിയുടെ പ്രവേശന കവാടമാക്കി മാറ്റും. കാസ്പിയൻ കടലിന്റെ കിഴക്ക് ഭാഗം അഫ്ഗാനിസ്ഥാൻ, യുറേഷ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്കുള്ള പ്രധാന വ്യാപാര പാതയായിരിക്കും ഈ ഇടനാഴി. അടുത്തിടെ ചബഹാർ തുറമുഖം ഇന്ത്യയുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി മാറി. അതിനാൽ റെയിൽ ലൈനുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. 2016 ഇന്ത്യൻ റെയിൽവേയുടെ ഐആർകോണും ഇറാനിൽ റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു. എന്നാൽ 700 കിലോമീറ്റർ നീളമുള്ള ചബഹാർ സഹോദാൻ റെയിൽവേ ലൈനിന്റെ പണി വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ദ്രുതഗതിയിലുള്ള നടപ്പാക്കലിൽ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹോർമുസ് കടലിനിടുക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖം അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ ഭാഗത്തും കാസ്പിയൻ കടലിലും അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മധ്യേഷ്യൻ, യുറേഷ്യൻ രാജ്യങ്ങൾക്ക് സാമ്പത്തികവും പ്രവർത്തനപരവുമായ നേട്ടങ്ങൾ നൽകുന്നു. ചബഹാർ തുറമുഖത്തിന്റെ കിഴക്കൻ മേഖലയിലുള്ള റെയിൽവേ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഇത് സഹായിക്കുന്നു.
ഏറ്റവും അടുത്തുള്ള തുറമുഖമായ ഗുജറാത്തിലെ കാൺല ചബഹാറിൽ നിന്ന് 550 നോട്ടിക്കൽ മൈൽ അകലെയാണ്. അതേസമയം ചബഹാറിൽ മുംബൈക്കും ഇടയിലുള്ള ദൂരം 786 നോട്ടിക്കൽ മൈലാണ്. ഒരു പ്രത്യേക സ്വതന്ത്ര മേഖലയുമായി തുറമുഖത്തിന്റെ സംയോജനം അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലും പാകിസ്ഥാനെ ഇനി വളരാൻ ഇന്ത്യ അനുവദിക്കില്ല. അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ചബഹാർ തുറമുഖത്തിൻ്റെ പണി വളരെ വേഗത്തിലാക്കാൻ ഇന്ത്യ കൃത്യമായി നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നുള്ളത്. ഏതെങ്കിലും വഴി ഇറാൻ പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം കൂടി ഒന്ന് നിർത്തിയേക്ക് എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണ് ഇന്ത്യ പഹൽഗാമിൻ്റെ ഭീകരാക്രമണത്തിലൂടെ നയതന്ത്രപരമായ തിരിച്ചടിയിലൂടെ പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധത്തിന് തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി വളരെ ഉയർന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ 20 വർഷം ഇന്ത്യ പിന്നോട്ടടിക്കും. സാമ്പത്തികമായി നമ്മുടെ ഭദ്രത ഇല്ലാതാകും. അതൊക്കെ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. കാരണം നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിനപ്പുറം നയതന്ത്രപരമായ ഒരു തിരിച്ചടി നൽകിയാൽ എല്ലാ അർത്ഥത്തിലും ആ രാജ്യം കൂപ്പുകുത്തും എന്നുള്ളതാണ്. വളർച്ചയുടെ ഒരു ഘട്ടത്തിലും എത്താത്ത പാകിസ്ഥാൻ കീഴ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തീവ്രവാദികളെ വളർത്തുക എന്ന മാത്രമുള്ള ലക്ഷ്യത്തോടെ നീങ്ങുന്ന ഒരു രാജ്യം, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം, തീവ്രവാദികളെ തിന്ന് പോറ്റി വളർത്തി അവർക്ക് വേണ്ടി ലോക ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാലും കടമെടുത്ത് അവരെ പോറ്റുക എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിന് വികസനമില്ല, ആ രാജ്യത്തെ ജനങ്ങൾക്ക് വികസനമില്ല, ആ രാജ്യത്ത് ഒരു തരത്തിലുള്ള പദ്ധതികളും തയ്യാറാകുന്നില്ല. കടം വാങ്ങിച്ച് മുടിഞ്ഞ് കുത്തുവാള എടുത്ത് പിച്ചച്ചട്ടി എടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ ഏത് തരത്തിലുള്ള അടി നൽകണം, ആ അടി ജീവിതത്തിൽ ഒരിക്കലും പാകിസ്ഥാൻ ഇനി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാതെ ആയിരിക്കണം എന്നുള്ള തരത്തിലേക്ക് എത്തണമെങ്കിൽ നയതന്ത്രപരമായ അടികൾ. ഇതുവരെ യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല. കാരണം എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇനി അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം കൃത്യമായി ഇന്ത്യ ഇറാനിലെ ചാബഹാർ തുറമുഖത്തിലൂടെ നടപ്പാക്കാൻ പോകുന്നു. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് വാഗ, അട്ടാരി അതിർത്തികൾ അടച്ചുകൊണ്ട് എല്ലാ പാകിസ്ഥാനിലും കാര്യം ഇന്ത്യ വിടണമെന്നും ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷന്റെ 30 അംഗങ്ങളായി ചുരുക്കിക്കൊണ്ട് എല്ലാ രീതിയിലുമുള്ള ഒരു വരിഞ്ഞു മുറുകൽ പാകിസ്ഥാന് മേൽ ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ഒരു ബിഗ് പ്ലാൻ അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്കണ്ഠയിലും ഭയത്തിലുമാണ് പാകിസ്ഥാൻ. വെയിറ്റ് ആൻഡ് സീ.